പല ആളുകളും ഇതൊരു മുതലെടുപ്പാക്കി. എന്ത് മുതലെടുപ്പാണ്? ജാതിപരമായിട്ടും മതപരമായിട്ടുള്ളൊരു മുതലെടുപ്പാക്കിക്കൊണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അതായത് ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ ഒരു മുസ്ലിം വന്ന് കയറിയിട്ട് അവിടെ അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ആചാരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ എന്ന് വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ ഒരു ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന കൂടി വന്നൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ജാസ്മിൻ ജാഫർ ക്ഷേത്രത്തിൽ കയറിയതൊന്നും നമുക്ക് ആർക്കും ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല. അവിടെ കയറുന്നതിൽ എല്ലാ ഭക്തർക്കും മനസ്സിലാണല്ലോ ഭക്തി എന്ന് പറയുന്നത്, അല്ലാതെ ശരീരത്തിലോ ഡ്രസ്സിലോ ഒന്നുമല്ല. ആ മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ അവിടെ കയറാം. പക്ഷേ ജാസ്മിൻ അവിടെ കയറിയത് വലിയ ഭക്തിയോട് കൂടിയൊന്നുമല്ല. ജാസ്മിൻ അവിടെ കയറിയത് എന്തൊക്കെയോ ഒരു തോന്നിവാസങ്ങൾ കാണിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും അല്ല എന്ന് പറയുമോ? ഇല്ല. കാരണം സത്യം അതാണ്. അതൊരു റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും ക്ഷേത്രങ്ങളെ കാണുന്നു. ക്ഷേത്രങ്ങൾ മാത്രമല്ല, പള്ളികളായാലും അത് മറ്റേത് ആരാധനാലയങ്ങളായാലും അത് റീൽസിന് വേണ്ടിയും റീച്ചിന് വേണ്ടിയും മാത്രമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് ഇന്ന് വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണെന്ന്